السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് റഹ്മത്തിന്റെ ദിനങ്ങളാണ്. അള്ളാഹുവിന്റെ കരുണ ഒഴുകി വരുന്ന ദിനങ്ങൾ. അള്ളാഹു ഖുർആനിൽ പറയുന്നു, يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. വിശ്വസിച്ചവരെ, നിങ്ങൾ മുമ്പുള്ളവർക്ക് നിർദ്ദേശിച്ചതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ തഖ്വ ചെയ്യാൻ വേണ്ടിയാണിത്. ഇവിടെ നമുക്കൊരു ചോദ്യം ചോദിക്കാം. റമദാനു വേണ്ടി നാം ഒരുങ്ങിയോ? പ്രിയപ്പെട്ടവരെ, നാം ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ എന്താണ് ചെയ്യുന്നത്? വലിയ ഓഫറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കും. പണം എത്ര വേണമെന്ന് പ്ലാൻ ചെയ്യും. സമയം കളയാതെ എന്തെടുക്കണമെന്ന് തീരുമാനിക്കും. എന്തിനാണ് നാം അങ്ങനെ ചെയ്യുന്നത്? ഓഫറുകൾ നഷ്ടപ്പെടരുതല്ലോ. അതുപോലെ തന്നെ റമദാൻ മാസം റബ്ബ് നമുക്ക് നൽകിയ ഓഫറാണ്. ഈ ലോകത്തിലെ ഏത് സൂപ്പർ മാർക്കറ്റിന്റെ ഓഫറിനേക്കാൾ വലിയ ഓഫർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദമിന്റെ മകന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം പല മടങ്ങാണ്. ഒരു നന്മയ്ക്ക് 10 മുതൽ 700 വരെ ഗുണം. എന്നാൽ നോമ്പതിൽ വ്യത്യസ്തമാണ്. അതെനിക്ക് വേണ്ടിയുള്ളതാണ്. അതിൻ്റെ പ്രതിഫലം ഞാൻ നൽകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, റമദാൻ എന്നത് ദുആകൾ സ്വീകരിക്കപ്പെടുന്ന മാസം, പാപങ്ങൾ മാപ്പ് ചെയ്യപ്പെടുന്ന മാസം, സ്വർഗവാതിലുകൾ തുറക്കപ്പെടുന്ന മാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാൻ വന്നാൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും, നരകത്തിന്റെ വാതിലുകൾ അടയ്ക്കപ്പെടും, ശൈത്താന്മാർ ബന്ധിക്കപ്പെടും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതിനു വേണ്ടി നാം പ്ലാനിങ് നടത്തിയോ? റമദാനിൽ ഇബാദത്തുകൾക്ക് വേണ്ടി സമയം ക്രമീകരിക്കണം. നമസ്കാരം, ഖുർആൻ വായന, ദുആ, ദിക്ർ എല്ലാം പ്ലാൻ ചെയ്യണം. മൊബൈലിനും ടിവിക്കും കൊടുക്കുന്ന സമയം കുറച്ച് അള്ളാഹിന് സമയം കൊടുക്കണം. അള്ളാഹു ഖുർആനിൽ പറയുന്നു, നിങ്ങൾ വിജയിക്കേണ്ടതിന് അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കൂ. ഇത് മാത്രമല്ല, വീടും പരിസരവും റമദാനിന് മുൻകൂട്ടി വൃത്തിയാക്കുക. വീട് വൃത്തിയാക്കുക, ഹൃദയം വൃത്തിയാക്കുക. അസൂയ, കോപം, വെറുപ്പ് എല്ലാം ഒഴിവാക്കുക. സ്നേഹവും ക്ഷമയും പഠിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാൻ വെറുതെ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കലല്ല, അശ്ലീലവും ദുഷ്പ്രവൃത്തികളും ഒഴിവാക്കലാണ്. പ്രിയപ്പെട്ടവരെ, റമദാൻ വെറുതെ വരാനും പോകാനുമുള്ള മാസമല്ല, നമ്മെ മാറ്റാൻ വന്നൊരു മാസമാണ്. അതിനാൽ ഇന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം, ഈ റമദാൻ ഞാൻ നഷ്ടപ്പെടുത്തില്ല. റബ്ബിന്റെ ഓഫർ ഞാൻ ഏറ്റെടുക്കും. അള്ളാഹു നമ്മെല്ലാവരെയും റമദാനെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നവരാക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.